ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നുണ്ടല്ലോ നല്ലൊരു സൂപ്പർ സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ ഒരെണ്ണം അടിച്ചു. നല്ല രസമുണ്ട് സാധനം. ഞാനേ ഗ്ലെൻഫിഡിച്ച് ഗ്ലെൻഫിഡിച്ച് അല്ല, എല്ലാവർക്കും ഞാൻ പഠിപ്പിച്ചു തന്നു. പക്ഷേ ആൾക്കാർ ഇപ്പോഴും തെറ്റിയാ പറയണം. ഗ്ലെൻഫിഡിക്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഞങ്ങൾ പ്രീഡിക്ക് ഒരുമിച്ച് പഠിച്ച അരുൺ സോമൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ഇടയ്ക്ക് എനിക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിക്കടാ, നീ വരുമ്പോൾ ഒരു ഗ്ലെൻഫിഡിച്ചും ഉണ്ടോ? ഞാൻ പറഞ്ഞു, എടാ നീ എൻ്റെ കട്ട ഫോളോവറായിട്ട് നീ ഗ്ലെൻഫിഡിച്ച് എന്നാണോ പറയുന്നത്? അപ്പോൾ അയ്യോ സിംസ സോറിയടാ, ഗ്ലെൻഫിഡിക് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടി എല്ലാവർക്കും അറിവിലേക്ക് വേണ്ടിയിട്ട്, ഗ്ലെൻഫിഡിക് ഇത് പ്രൊജക്റ്റ് ഡബിൾ എക്സ് ലിമിറ്റഡ് എഡിഷനാണ്. ഞാൻ ഈ ഒരു സാധനം ചെറുതായിട്ടൊന്ന് കഴിച്ചു. കാരണം ഇത് എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. നിങ്ങളുടെ മുന്നിലേക്ക് ഈ സാധനം കൊണ്ടുവരുമ്പോൾ ഇത് എങ്ങനെയുണ്ട് എന്ന് ഞാനൊന്ന് കുറച്ച് കഴിച്ചു നോക്കാം. കുറച്ച് ഒരു തുള്ളി കഴിച്ചു നോക്കി. വെട്ടിച്ചില്ല സാധനം. എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ സാധനം നീറ്റ് കഴിക്കേണ്ട സാധനമാണ്. ഇതിൽ വെള്ളമോ ഈവൻ ഓൺ ദ റോക്സോ ഐസോ ഒന്നും ഇടരുത്. ഇതാണ് ഇവിടെ ഐസൊക്കെ ഉണ്ട്. പക്ഷേ രണ്ടിനും രണ്ട് ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നീറ്റിൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ മുന്നിൽ ഈ സാധനം ഒന്ന് ചെറുതായിട്ടൊന്ന് കഴിക്കാം. ഞാൻ ഇപ്പോൾ കഴിച്ചാലോ കേട്ടോ. അപ്പോൾ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മണത്തിനൊരു പ്രത്യേകതയുണ്ട്. മണക്കുമ്പോൾ ഉണ്ടല്ലോ, ഫ്രൂട്ടിൻ്റെ ഫ്ലേവറാണ്. സാധനം കുറച്ച് ഒഴിച്ചിട്ട് കുറച്ചൊന്ന് നീറ്റ് കഴിക്കാം. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായി. നീറ്റ് കഴിക്കാൻ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. സാധനം നീറ്റ് വായയിലേക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഒരു സ്വൽപ്പ് എടുക്കുക, എന്നിട്ട് നാവിലൊന്നും ഇങ്ങനെ പരത്തണം. മണം ഫ്രൂട്ടിൻ്റെ ഭയങ്കര രസമുള്ള മണമാണേ. പാലറ്റിലല്ല, നാവിലാദ്യം ടച്ച് ചെയ്യുമ്പോൾ തന്നെ എന്താണെന്ന് പറയുക നമുക്ക് കിട്ടുന്നത്. നമ്മൾ നാട്ടിലുണ്ടല്ലോ, എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ ഒരു 4 ഏക്കറുള്ള ഉന്തുവണ്ടിയില്ലേ, അതിൽ നടുവിലൊരു ഇങ്ങനൊരു ഗ്ലോബുള്ളൊരു ഗ്ലാസ്സിൽ ഇങ്ങനെ അടിച്ചിട്ട് ഒരു സാധനം കൊണ്ടുവരും. പാലക്കാട് തന്നെ പറയുന്നത് പഞ്ഞിമുട്ടായി എന്നാണ്. തൃശ്ശൂർ പറയുന്നത് മദാമപ്പൂടാന്ന് പറയും. അപ്പോൾ ആ സാധനത്തിൻ്റെ ടേസ്റ്റാണ് വായിൽ വരുന്നത്. മണം എങ്ങനെയാണെന്നറിയോ? ഞാൻ പാലക്കാട് കൊളോമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വളർന്നതൊക്കെ. അപ്പോൾ അവിടെ അഴകത്തമ്പലമുണ്ട്. അവിടെ മറ്റേ ഇത് വരും, ആറാട്ടും വേലയൊക്കെ അവിടെ വരും. അതുപോലെ തന്നെ കോട്ടായിക്കൊക്കെ പോണ വഴിയിൽ, കോഴമന്നത്തും കോട്ടായിക്കൊക്കെ പോണ വഴിയിൽ ഒരു തെരുവത്ത് പള്ളി നേർച്ച എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിംസിൻ്റെ പള്ളി നേർച്ചയുണ്ട്. ഈ രണ്ടെണ്ണത്തിനുണ്ടല്ലോ ഒരു സാധനം എപ്പോഴും അവിടെ വരും. പച്ച, ചുവപ്പ്, മഞ്ഞയായിട്ട് അലുവ അങ്ങനെ പൊതിഞ്ഞിട്ട് ട്യൂബ്ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത്, അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു മണം വരില്ലേ, ആ മണമാണോ ഇതിന്. ശരിക്കും ആ മണമാണ് ഇതിന് കിട്ടണം. അപ്പോൾ ഇനിയിപ്പോൾ നാവിൽ എനിക്ക് മറ്റേ പഞ്ഞിമുട്ടായുടെ ടേസ്റ്റും പിന്നെ ഓക്ക് ഫ്ലേവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതല്ലാതെ ഇത് പ്രത്യേകത സിനമൺ ഫ്ലേവറൊക്കെ അല്ല, അത് എല്ലാ സ്കോച്ചിനും ഒരു ഫ്ലേവർ ഉണ്ട്. അതല്ലാതെ ഞാനൊരു പ്രത്യേകമായിട്ട് അതിൽ കാണുന്നൊരു ഫ്ലേവറാണ് ഞാൻ എടുത്തു പറയുന്നത് കേട്ടോ. അപ്പോൾ നാവിലതാ കിട്ടിയത്. പാലറ്റിൽ എന്താ കിട്ടുമെന്ന് നോക്കാം. പാലറ്റിൽ നമ്മുടെ ഗ്ലെൻഫിഡിക്കിൻ്റെ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ ആ മധുരമില്ലേ, ആ പഞ്ഞിമുട്ടയുടെ ഒരു മധുരം, പഞ്ചസാര, ആ ഒരു മധുരമില്ലേ, അത് നമുക്കിത് ഇവിടെ നിൽക്കും. ആ ഒരു മധുരം അത് രസമുണ്ട് കേട്ടോ. അങ്ങനെ സ്കോച്ചിൽ അതൊന്നും കിട്ടൽ വളരെ കുറവാണ്. പക്ഷേ ഇതൊരു രസമുണ്ട്. പക്ഷേ എനിക്കിത് ഐസിലിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാനത് എങ്ങനെയാണെന്നൊന്ന് പറയാം. ഒരു ചെറുത് എനിക്ക് കഴിക്കുകയും ചെയ്യാം. മനസ്സിലായോ? ഞങ്ങളുടെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ്, ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. കുറേ ഗ്രൂപ്പ് എനിക്കുണ്ട്. മറ്റുള്ള ഗ്രൂപ്പുകളൊന്നും അധികം ആക്റ്റീവൊന്നും അല്ല. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റും പിന്നെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വിഷ് ചെയ്യുന്നില്ല. പക്ഷേ അതുപോലെയല്ല ഞങ്ങളുടെ പ്രീ ഡിഗ്രി, ഞങ്ങളുടെ ലാസ്റ്റ് പ്രീ ഡിഗ്രി ബാച്ചായിരുന്നു. ഞാൻ പഠിച്ചത് എരട്ടക്കുളം SN കോളേജിലാണ്. അപ്പോൾ പഠിച്ചത് എന്ന് പറയാൻ പറ്റില്ല,
ഞാൻ പ്രീ ഡിഗ്രി അവിടെയാണ് ചെയ്തതെന്ന് പറയാം. നമ്മളവിടെ അടിച്ച് പൊളിയായിരുന്നു. അടിച്ച് പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ലൈഫ് തകർത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ ജൂലൈയിൽ നാട്ടിൽ വരും. അവിടെ ഞങ്ങൾക്കൊരു ഈ പ്രീ ഡിഗ്രി ഗെറ്റ് ടുഗതറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ അധികം ആമ്പിള്ളേരും പെമ്പിള്ളേരൊന്നും സംസാരിക്കാത്ത ഒരു ഇതായിരുന്നു. പക്ഷെ ഞാൻ എല്ലാവരോടും സംസാരിക്കുമായിരുന്നു. പക്ഷെ പെമ്പിള്ളേരെല്ലാവരും ഇപ്പോൾ എൻ്റെ പ്രായമല്ല എല്ലാവരും. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല, ലൈഫിൻ്റെ പകുതിയൊക്കെ തീർന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ള ലൈഫ് എൻജോയ് ചെയ്യുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അട്ടാറ് ഗ്രൂപ്പാണ്. സൂപ്പർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്രൂപ്പാണ്. എല്ലാവരും ഇല്ലെങ്കിൽ ഞങ്ങൾ എൻ്റെ ക്ലാസ്സിൽ ഒരു 10-60 പേരുണ്ടായിരുന്നു. 51 പേര് ഗ്രൂപ്പിലുണ്ട്. പക്ഷേ ഞങ്ങളൊരു 10-15 പേര് കാട്ട കമ്പനിയാണ്. ഒരു ഫാമിലി പോലെയായി. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും തമ്മിത്തല്ലും വഴക്കും തെറിവിളിയും ചീത്തവിളിയും അങ്ങനെയാണ്. ആമ്പിള്ളേരും പെമ്പിള്ളേരും എല്ലാവരും ഉള്ള കേട്ടോ. അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു രണ്ട് ഫ്രണ്ട് കൂടി SM കോളേജിൽ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഓടിപ്പോവാൻ. അപ്പോൾ എന്തായാലും ഐസൊന്ന് മെൽറ്റായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കാൻ ഇതിട്ടിട്ട് ഞാൻ ഇതിട്ട് കഴിക്കില്ല. കാരണം ഇതിനെ നശിപ്പിക്കാൻ എനിക്ക് വയ്യ. ഇത് എന്തുട്ട മുതലെന്നറിയോ, നീറ്റാണ് അടിക്കേണ്ടത്. ഞാൻ തൊട്ട് തലോടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ചക്കര മുത്ത. ഓക്കെ, അത് പോട്ടെ. ഇത് ഐസ് ഇടുമ്പോൾ ഡയലൂട്ട് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ മധുരം അവിടെ നിന്ന് പോയി. പിന്നെ ഒരു സാധാരണ ഗ്ലെൻഫിഡിക്കിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലുണ്ടല്ലോ. ഗ്ലെൻഫിഡിക്കിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഗ്ലെൻഫിഡിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ പക്ഷേ പ്രൊജക്റ്റ് XX ഉണ്ടാക്കിയത് ആ ഫ്ലേവേഴ്സ് വരണം. നമ്മൾ സാധാരണ എല്ലാ സ്കോച്ചിനും ഏകദേശം ഷെറി ഫ്ലേവർ അല്ലെങ്കിൽ ഓക്ക് ഫ്ലേവർ അല്ലെങ്കിൽ അമേരിക്കൻ ഏതെങ്കിലും ഒരു ഇതിൻ്റെ ഫ്ലേവർ വരും, അല്ലെങ്കിൽ അത് ഏജ് ചെയ്തതിൻ്റെ ഡിഫറൻസ് വരും, അല്ലെങ്കിൽ സിനമന് പകരം വേറെ ഏതെങ്കിലും സ്പൈസസ് ആയിരിക്കും കൂടുതൽ എടുത്ത് കാണിക്കുക. സിനമൻ ഫ്ലേവർ ഒരു 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 ബേസ് ഉണ്ട് അതിന്. ഇതിന് ഞാൻ എപ്പോഴും ടേസ്റ്റ് നോക്കിയിട്ട് പറയുന്നത് എന്താണ് അതിന് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല പഞ്ഞിമുട്ടായുടെ ടേസ്റ്റ്, പിന്നെ ഫ്രൂട്ടി ഫ്ലേവർ, അതൊരു അഴക് സാധനം. ഇത് ഞാൻ ഇവിടെ എടുത്ത് വയ്ക്കും ഇടയ്ക്കിടയ്ക്ക് ചെറുതിശ് കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് ഗ്രൂപ്പിൽ കയറി ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ കേൾക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും. അപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ സമയമുണ്ടല്ലോ, സമയം ഏകദേശം 10 മണി കഴിഞ്ഞു. 11 മണിയായി. അപ്പോൾ ഞാനൊരു 1 മണിക്കൂർ കൂടി ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇനി കഴിക്കില്ല കേട്ടോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ രാത്രി ഞാനിന്ന് എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ ഫോളോ മൈ ചാനൽ മലയാളി സിംസൺ. കഴിച്ചവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ ബൈ. പറയാനുള്ളത് ഇത്തിരീശ നീറ്റടിക്കുക. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ഡ്രിങ്കിങ്, റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്. മുട്ടയും കുറച്ച് കുരുമുളകും ഉപ്പും, തടി കുറയണ്ടേ. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ. Macam ni.